ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുൽഫി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ്, പാല്, പഞ്ചസാര ഈ മൂന്ന് ചേരുവ മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രീമി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 4 പീസ് ബ്രെഡ് ആണ്. അപ്പൊ ബ്രെഡിന്റെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണം നിർബന്ധമില്ല. കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ നമ്മുടെ കുൽഫി പുഡിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ 4 സൈഡും ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കില്ലേ, അത് തന്നെ പരിപാടി. അതിനുശേഷം ഒരു 1/2 ലിറ്റർ പാല്, അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് അതൊന്ന് ചൂടാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺഫ്ലോറോ ജലാറ്റിനോ ചൈനാഗ്രാസ് ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ബ്രെഡ് ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മൾ ഒരു കുൽഫിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ബ്രെഡ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ നട്ട്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ നന്നായിട്ട് ഇതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് കുറുകി വരണം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കിടില റെസിപ്പീസ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, ഇച്ചിരിയും കൂടെ കുറുകണം, എന്നാലേ നന്നായിട്ട് സെറ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പരുവം നമ്മൾ താഴോട്ടേക്ക് കളയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വീഴാൻ പാടില്ല. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടില്ല, അല്ലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു ബൗളോ ഒരു പ്ലേറ്റോ എന്തേലും മതി. അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ ഫ്രീസറിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 to 7 hours വെക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മളിത് ഡയറക്റ്റ് നമുക്ക് തിരിച്ചിടാനൊന്നും പറ്റില്ല. അപ്പൊ സൈഡ് നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഓരോ പീസായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിന്റെ മേലയിൽ കുറച്ച് പിസ്തയും ബദാമും ഒക്കെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് പാർട്ടിയോ അല്ലെങ്കിൽ കുട്ടീസിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു കിടക്കാച്ച റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.